ബാക്ക് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അങ്ങനെ വിടവാങ്ങൽ സീസണിന് ശേഷം ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും പുതിയ സൈനിങ്സ് ആണ്. ഇൻഫാക്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്ലബ്ബ് പുതിയൊരു പ്ലെയറെ കൂടെ സൈൻ ചെയ്താൽ അതിലൊരു സർപ്രൈസും ഇല്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റി ഇപ്പൊ പുരോഗമിക്കുന്നത്. ഇതിന്റെയൊക്കെ തുടക്കം ജനുവരി 25-ാം തീയതിയാണ്. അന്ന് ഐമനും അസറും ക്ലബ്ബ് വിട്ടു പോയതിന്റെ ഹാങ് ഓവറിൽ ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് നമ്മൾ റൗളിൻ ബോർജസിനെ സൈൻ ചെയ്തെന്നാണ്. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സൈനിങ്. ആൻഡ് ഈ സൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് സന്തോഷമുണ്ട്, കുറച്ച് ആശങ്കകളും ഉണ്ട്. പിന്നെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയതുകൊണ്ട് തന്നെ ആശങ്കകളൊന്നും നമുക്ക് വലിയ സീനില്ലല്ലോ. ലിറ്ററലി നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. കാരണം അടിയറവ് പറഞ്ഞ് അടിത്തട്ടിൽ നിന്നാണ് ഈ സീസൺ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. റൗളിൻ ബോർജസ് ഈ ക്ലബിന് വേണ്ടി പന്ത് തട്ടുന്നതിന് മുമ്പ് തന്നെ അയാളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന 3 പോസിറ്റീവുകളും 2 നെഗറ്റീവുകളും ഫാക്റ്റുകളല്ല, മറിച്ച് അതെന്റെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകളാണ്. റൗളിൻ എന്നല്ല വേറൊരു പ്ലെയറിനെയും നമ്മൾ നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കുന്നതിന് മുമ്പ് എഴുതി തള്ളേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ആദ്യം പോസിറ്റീവുകളിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഈസ് റൗളിൻ ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണെന്നുള്ളതാണ്. എനിക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷേ ഈ ഒരു സിമ്പിൾ കാര്യം കഴിഞ്ഞ 10, 12, 18 മാസമായിട്ട് നമ്മുടെ ക്ലബിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ സീസണിലുടനീളം നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ നമ്മുടെ ടീമിൽ ഇല്ലാത്തതും അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിന്റെ ബാലൻസ് പലപ്പോഴും പ്രോപ്പർ അല്ലാഞ്ഞതും. നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഒന്നും അല്ല റൗളിൻ. ഒരു 4-5 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വാദിക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ഒരു റെക്കഗ്നൈസ്ഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാതെ ഇറങ്ങുന്നതിലും ഒരുപാട് ബെറ്റർ ആണ് റൗളിൻ നമ്മുടെ ടീമിലുള്ളത്. ഇനി റൗളിൻ ഇല്ലെങ്കിൽ നമ്മുടെ ടീമിലെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഫ്രെഡി, യോഹൻബ ഐ തിങ്ക് ഇപ്പോൾ ഇഞ്ചേർഡ് ആണ്. എബിൻദാസ്, വിപിൻ, അതുപോലെ തന്നെ ദാനിഷ്. ഇതിൽ ഫ്രെഡി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. റെഗുലർ ആയിട്ട് നമ്മുടെ നമ്പർ 6 റോളിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കാനുള്ള എക്സ്പീരിയൻസ് പുള്ളിക്കില്ലെന്ന്. എബിൻദാസിനും വിപിനും വളരെ മികച്ച ഹ്യൂജ് സീസൺ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ രണ്ടുപേരും കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് റോളിൽ ഒരു നമ്പർ 8 പൊസിഷനിൽ കളിക്കുന്നതായിരിക്കും ബെറ്റർ. മറ്റേസ് ഹെർണാണ്ടസിനെ നമ്മൾ സൈൻ ചെയ്തെന്നറിയാം. പക്ഷെ പുള്ളിയെ ഇനി നമുക്കൊരു സെന്റർ ബാക്ക് ആക്കേണ്ട ഒരു ആവശ്യകത വരികയാണെങ്കിൽ അവിടെയും റൗളിന്റെ പ്രസക്തി ഏറെയാണ്. ഒരുപാട് പേര് ആഗ്രഹിച്ച പോലെ എനിക്കും നിഖിൽ പ്രഭു ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഞ്ചാബ് അവിടെ അത്രയും നല്ലൊരു ബ്രില്യൻ പ്രോജക്റ്റ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇനി ആ പ്രോജക്റ്റ് വിടാൻ നിഖിൽ പ്രഭുവിനെ ആരെങ്കിലും കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് റിയാലിറ്റി. സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഐ തിങ്ക് റൗളിന്റെ ഈ സൈനിങ് വളരെ ജസ്റ്റിഫൈഡ് ആണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ ISL ചരിത്രത്തിൽ തന്നെ കുറച്ച് ബെസ്റ്റ് ടീമുകളിലെ ബെസ്റ്റ് കോച്ചുകളുടെ കീഴിൽ വർക്ക് ചെയ്ത് കപ്പടിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് റൗളിൻ. ആ ഒരു ബ്രെയിൻ നമുക്ക് യൂസ് ചെയ്യാനായാൽ അത് നമ്മുടെ ടീമിന് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു ട്രോഫി അടിക്കുക എന്നുള്ള ഫീലിംഗ് എന്താണെന്ന് പോലും അറിയാത്തൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നിലവിലെ നമ്മുടെ സ്ക്വാഡിൽ 2 പ്ലെയേഴ്സ് മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഹയസ്റ്റ് ലെവലിൽ ട്രോഫികൾ അടിച്ചിട്ടുള്ളൂ. അമയും ഐബാനും ആണ്. ഈ 2 പേരുടെ കൂട്ടത്തിലേക്കാണ് റൗളിൻ ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ലെവലിൽ വിന്നിംഗ് മെന്റാലിറ്റി എന്താണെന്ന് രുചിച്ചറിഞ്ഞ ഒരു പ്ലെയർ കൂടെ ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് അല്ലേ. ഒരു വിന്നിംഗ് മെന്റാലിറ്റി ക്ലബിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രൂവൺ വിന്നേഴ്സ് വേണം, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് വേണം. നമ്മുടെ സ്ക്വാഡ് ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആവറേജ് ഏജ് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പല പ്ലെയേഴ്സിന്റെയും ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ റൗളിനെ പോലെ ഇങ്ങനെ ഒരു പ്രൂവൺ വിന്നർ നമ്മുടെ ക്യാമ്പിലേക്ക് വരുന്നത് ബാക്കിയുള്ള പ്ലെയേഴ്സിനും നമ്മുടെ ടീമിനും ഒരുപാട് ഗുണം ചെയ്യില്ലേ. ഇനി അവസാനത്തെ പോസിറ്റീവിലേക്ക് വരാം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണെങ്കിൽ റൗളിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരേ ഒരു പ്രൈമറി ഡ്യൂട്ടി ഉള്ളൂ. അത് നമ്മുടെ 2 സെൻട്രൽ ബാക്സിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ഇൻ ചെയ്ത് ആ ഒരു സ്പേസിൽ ഒരു സ്ക്രീൻ ആയിട്ട് പ്രവർത്തിക്കുക. റൗളിൻ ആക്ച്വലി നല്ല പാസിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. റൗളിന്റെ പീക്കിൽ ഒരുപാട് നല്ല ലൈൻ ബ്രേക്കിംഗ് പാസസ് ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറും ആയിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതൊന്നും പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. റൗളിന്റെ കരിയറിലുടനീളം അദ്ദേഹത്തെ ഒരു നോ നോൺസെൻസ് ഫുട്ബോളർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ടീമിന് വേണ്ടി ആ ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്യും. നമ്മുടെ നമ്പർ 6 റോളിലേക്ക് റൗളിൻ വന്നാൽ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഫിൽ ആവുമെന്ന് മാത്രമല്ല
ശക്തരായ കുറെ പ്ലേയേഴ്സ് ഉള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൂപ്പർ കപ്പിൽ നമ്മുടെ ഫുൾ ബാക്സ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കളിച്ചത്. സന്ദീപും സഹീഫും ഒക്കെ ആ ഒരു ബാക്ക് ഫോറിന്റെ ഷേപ്പ് മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് അധികം ഫ്രീഡം ഇല്ലാണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് കളിക്കാൻ പ്രോഗ്രാം ചെയ്ത പോലെയാണ് 3 കളി ഇറങ്ങിയത്. ഡേവിഡ് കാറ്റല അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നമുക്കൊരു ക്വാളിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും. അമേ, ഐബാൻ, നവോച്ച ഈ 3 ഫുൾ ബാക്സും അറ്റാക്കിംഗ് വൈസ് ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ്. റൗളിൻ ആ സെന്റർ ബാക്സിന്റെ നടുക്കോട്ട് ഡ്രോപ്പ് ഇൻ ചെയ്ത് ഒരു ബാക്ക് 3 ഫോം ചെയ്യാനാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്ലെയേഴ്സിനൊക്കെ ഒരുപാട് ഫ്രീഡം ആ ഒരു ഫ്ലാങ്കിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒപ്പോണൻസിനെ അവരുടെ ഹാഫിൽ ഓവർലോഡ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും നമ്മുടെ ടീമിന് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒട്ടും ഇൻ ഗെയിം മാനേജ്മെന്റ് ഉള്ള ഒരു ടീമല്ല. പല സിറ്റുവേഷനുകളിലും നമ്മുടെ തീരുമാനങ്ങൾ പാളാറുണ്ട്, ചില മിസ്റ്റേക്കുകൾ വരാറുണ്ട്, അവസാന നിമിഷം ഗോളുകൾ കൺസീഡ് ചെയ്യാറുണ്ട്. റൗളിൻ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ്. പുള്ളി കളിച്ച എല്ലാ ടീമുകളിലും പുള്ളി അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി പിച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലെയർ മിഡ്ഫീൽഡിലുള്ളപ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അതൊരു പ്രചോദനമാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓവറോൾ ഒരു ബെറ്റർ ടീം ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നെഗറ്റീവുകളിലേക്ക് കിടക്കാം. ശരിക്കും നെഗറ്റീവ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ കൺസേൺസ് അല്ലെങ്കിൽ പേടി, ഭയം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. റൗളിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ ക്വാളിറ്റികളില്ലേ, അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പൊസിഷൻ, വിന്നിംഗ് മെന്റാലിറ്റി, എക്സ്പീരിയൻസ് എന്നൊക്കെ, ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് ഈ ക്ലബിലേക്ക് വന്ന 2 പ്ലെയേഴ്സ് ആണ് പ്രിതം കോട്ടാലും പ്രബീർ ദാസും. ആ ബംഗാൾ ടൈഗറുകളൊക്കെ ഇപ്പൊ എവിടെയാണ് സുഹൃത്തുക്കളെ? എന്തൊക്കെയാണ് ഇവിടെ അവർ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസ്? ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഈ 2 പ്ലെയേഴ്സിനെ നമ്മുടെ ക്ലബ്ബ് സൈൻ ചെയ്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ പോലെയാണ് തോന്നുന്നത്. ശരിക്കും ആ കളിക്കാർക്കോ നമ്മൾക്കോ ഒരു ഗുണം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടോട്ടൽ നഷ്ട കച്ചവടം. റൗളിന്റെ വരവിലും എൻ്റെ ഏറ്റവും വലിയ പേടി ഈ സിനാരിയോ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ്. ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ആ പാഠം പഠിക്കുന്നത് വരെ ആ കാര്യം വേറെ പല രൂപത്തിൽ വീണ്ടും വീണ്ടും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന്. ഇതിന്റെ പോക്ക് അങ്ങോട്ടാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആവും. അങ്ങനെ സംഭവിച്ചാൽ ശരിക്കും ഒരു ഹോമം വേണ്ടിവരും. എൻ്റെ അടുത്ത പേടി കുറച്ച് കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. റൗളിന്റെ പാസ്റ്റും പ്രസന്റും ഇന്ത്യൻ ഫുട്ബോളിന്റെ വെള്ളത്തിലായ ഭാവിയും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലുള്ള ചെറിയൊരു ഭയം. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ. റൗളിൻ എന്ന ഫുട്ബോളറിന്റെ മെന്റാലിറ്റിയിലോ ആറ്റിറ്റ്യൂഡിലോ എനിക്കൊരു സംശയവും ഇല്ല. ബിക്കോസ് ത്രൂ ഔട്ട് റൗളിന്റെ കരിയറിൽ ആ ഒരു പ്രൊഫഷണലിസം റൗളിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളിപ്പോൾ 2026 ഓരോ മിനിറ്റ് പാസ് ചെയ്യുന്തോറും റൗളിൻ 34 വയസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2022 ആ നീ ഇഞ്ചുറിക്ക് ശേഷം റൗളിന്റെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ആ പഴയ അഗ്രസീവ്നെസ്സോ വളരെ ക്വിക്ക് ആയിട്ടുള്ള മൂവ്മെന്റുകളോ നമുക്ക് കാണാനായിട്ടില്ല. ആൻഡ് ഓബ്വിയസ്ലി 34 വയസ്സെന്ന് പറയുമ്പോൾ ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം തന്റെ പീക്ക് കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കളി വീണ്ടും തുടങ്ങാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലാണെങ്കിൽ റൗളിന് ഒരുപാട് പണി എടുക്കേണ്ടി വരും. അയാൾക്ക് അതിനുള്ള മെന്റാലിറ്റി ഉണ്ട്, പക്ഷെ പുള്ളിയുടെ ബോഡി അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു ടീമിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്റെ ബെസ്റ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ അത് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഇറക്കത്തിൽ ഓടിക്കുന്ന പോലെയാണ്. ആൻഡ് വി ആർ ഡൺ ഗൈസ്. അതാണ് റൗളിൻ ബോർജസിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഒരു പ്ലെയർ ഇവിടെ വന്ന് നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കാതെ നമ്മൾ അദ്ദേഹത്തിന് വിധി എഴുതുന്നത് ശരിയല്ല. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഫെബ്രുവരി 14 കളി കണ്ടിട്ട് തന്നെ തീരുമാനിക്കാം. എന്നിട്ട് മോശം പെർഫോമൻസ് ആണെങ്കിൽ ഓബ്വിയസ്ലി നമ്മളത് കോൾ ഔട്ട് ചെയ്തിരിക്കും. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിക്കോസ് ഈ ജേർണിയിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അധികം വൈകാതെ തന്നെ വരും. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ഫ്രണ്ട്. ബൈ ഫോർ നൗ.